ഇറാന്റെ പുതിയ സുപ്രീം ലീഡർ പരമോന്നത നേതാവ് എവിടെയാണ്? പരമോന്നത നേതാവിന് അതിഗുരുതരമായി പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ വന്നു. ഇറാൻ അതിന്റെ നിർണായക കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. യുഎസും ഇസ്രയേലും സംയുക്തമായി നടത്തുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇറാന് സാധിക്കുന്നുണ്ട്. എന്നു മാത്രമല്ല, ഈ രാജ്യങ്ങളെ പരസ്യമായി വെല്ലുവിളിക്കാനുള്ള ഇച്ഛാശക്തിയും ഇറാൻ സ്വന്തമാക്കിയിരിക്കുന്നു. ഇറാനിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ ഏറെ പ്രതീക്ഷയോടെയാണ് ഇറാനിലെ ഒരു വിഭാഗം ജനങ്ങളും ലോകരാജ്യങ്ങളും നോക്കിയത്. കൂടുതൽ വിശാലമായി ചിന്തിക്കുന്ന ഡോക്ടർ കൂടിയായ മസൂദ് പെസഷ്കിയൻ അധികാരത്തിലെത്തിയപ്പോൾ ഇറാനിൽ വലിയ മാറ്റമുണ്ടാകുമെന്നും പ്രതീക്ഷിച്ചു. എന്നാൽ അത്ര വലിയ പ്രതീക്ഷയൊന്നും വേണ്ടെന്ന് പറഞ്ഞവരുമുണ്ട്. ഇറാനിൽ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് പരമോന്നത നേതാവാണ്. പ്രസിഡന്റ് വെറും റബ്ബർ സ്റ്റാമ്പ് ആയിരിക്കുമെന്നാണ് ഈ നിരീക്ഷകർ പറഞ്ഞത്. ഈ നിരീക്ഷണം ശരിവെക്കുന്നതാണ് പിന്നീട് കണ്ടത്. പെസഷ്കിയൻ അപ്രസക്തനായി മാറി. ഇറാൻ യുദ്ധം അനിശ്ചിതത്വത്തിൽ നിൽക്കുമ്പോൾ രാജ്യത്ത് നിന്ന് അതിനിർണായകമായ ഒരു വാർത്ത വരുന്നു. ഇറാൻ പ്രസിഡന്റ് രാജിക്കത്ത് സമർപ്പിച്ചെന്നാണ് ആ വാർത്ത. പ്രസിഡന്റ് തന്റെ രാജി ഇറാൻ പരമോന്നത നേതാവിന്റെ ഓഫീസിന് കൈമാറിയെന്നാണ് വാർത്ത. നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രസിഡന്റിന്റെ സ്വാധീനം കുറയുന്നു, ഇറാനിലെ തീവ്ര ചിന്താഗതിക്കാരുടെ മേൽക്കൈ വർദ്ധിക്കുന്നു എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് പ്രസിഡന്റ് ഒഴിയാൻ തീരുമാനിച്ചതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. പ്രധാന തീരുമാനങ്ങളിൽ നിന്ന് പ്രസിഡന്റിനെയും സർക്കാരിനെയും ഒഴിവാക്കിയതിൽ നിരാശ പ്രകടിപ്പിച്ചുകൊണ്ട് പെസഷ്കിയൻ ഞായറാഴ്ച ഔദ്യോഗികമായി രാജിക്കത്ത് അയച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് കൂടുതൽ സ്വാധീനം ചെലുത്താൻ അനുവദിച്ചുവെന്നും ഇറാൻ പ്രസിഡന്റ് രാജിക്ക് കാരണമായി ചൂണ്ടിക്കാട്ടിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നിലവിലുള്ള സാഹചര്യത്തിൽ സർക്കാരിനെ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാനോ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനോ കഴിയുന്നില്ലെന്ന പെസഷ്കിയൻ രാജിക്കത്തിൽ പറഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിനിടെ റിപ്പോർട്ടുകൾ നിഷേധിച്ച് ഇറാൻ പ്രസിഡന്റിന്റെ ഓഫീസ് രംഗത്ത് വന്നു. പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ വാർത്തകളാണ്. വിദേശ മാധ്യമങ്ങൾ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് ആരോപിക്കുകയും ചെയ്തു. പെസഷ്കിയൻ അധികാരത്തിൽ തുടരുകയും പ്രസിഡന്റ് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നത് തുടരുകയും ചെയ്യുന്നുവെന്ന് സർക്കാർ സ്രോതസ്സിനെ ഉദ്ധരിച്ച് IRGCയുമായി ബന്ധപ്പെട്ട തസ്നിം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. പ്രസിഡന്റിന്റെ ഓഫീസിലെ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻസ് ഡെപ്യൂട്ടി ഹെഡ് സെയ്ദി മെഹദി തബ്ദബായി റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കി. എക്സ്പോസ്റ്റിൽ വിദേശ മാധ്യമം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു. തെറ്റായ വാർത്ത സൃഷ്ടിക്കാനുള്ള തുടർച്ചയായ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ അവകാശവാദങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. പെസഷ്കിയൻ തന്റെ കടമകൾ നിർവഹിക്കുന്നുണ്ടെന്നും ജനങ്ങളെ സേവിക്കുന്നതിൽ നിന്ന് പ്രസിഡന്റ് പിന്മാറുകയില്ലെന്നും എക്സ് കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കി. പെസഷ്കിയൻ ഭരണകൂടവും ഇറാന്റെ സൈനിക സുരക്ഷാ സംവിധാനവും തമ്മിൽ മാസങ്ങളായി ഭിന്നത നിലനിൽക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. പിന്നാലെയാണ് രാജിവാർത്ത പുറത്തുവന്നത്. IRGC പ്രസിഡന്റിന്റെ നിരവധി അധികാരങ്ങൾ ക്രമേണ വെട്ടിക്കുറയ്ക്കുകയും ഭരണത്തിന്റെ പ്രധാന മേഖലകളിൽ സ്വാധീനം വ്യാപിപ്പിക്കുകയും ചെയ്തതായി പ്രമുഖ മാധ്യമമായ ഇറാൻ ഇന്റർനാഷണൽ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു.